നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളെത്തി. ക്ഷേത്രങ്ങളിൽ വിജയദശമി ആഘോഷം. മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സവർണരല്ലാത്ത ഹിന്ദുക്കൾക്കും രാജ്യത്ത് ജീവന ഭീഷണി നിലനിൽക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു വരുന്നതായി BJP നേതാവ് K. സുരേന്ദ്രൻ. കേരളത്തിൽ നടപ്പിലാക്കുന്നത് മുസ്ലിം ലീഗ് തീരുമാനങ്ങൾ. സ്ഥാപക ദിനാചരണം ആചരിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം. കാഞ്ഞങ്ങാട്ട് പദസഞ്ചലനം നടന്നു. അജാനൂരിൽ ഭരണം നിലനിർത്താൻ UDF. ആത്മീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം ബഷീർ വെള്ളിക്കോത്ത് UDF-ന്റെ അമരക്കാരനാകും. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ്. നാടിന് അഭിമാനങ്ങളായ അന്വേഷണ സംഘത്തിന് സ്വീകരണം. അന്നദാനത്തിന്റെ പുണ്യവുമായി ഹൊസ്തൂഗ് മാരിയമ്മ ക്ഷേത്രം. അന്നദാനം സ്വീകരിച്ച് മടങ്ങിയത് 10,000. വാർത്തകൾ വിശദമായി. വിജയദശമി ആഘോഷപ്രഭയിൽ ക്ഷേത്രങ്ങൾ. ആദ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളെത്തി. വിജയദശമി ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. ഹൊസ്തൂർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. തളികയിൽ പ്രത്യേകമൊരുക്കിയ അരിയും സ്വർണം കൊണ്ട് നാവിലും ഹരിശ്രീ ഗണപതായ നമഃ എന്ന മന്ത്രത്തോടെയാണ് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചത്. ക്ഷേത്രത്തിൽ പൂജക്കായി വെച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ADM H. ദിനേശൻ പുസ്തക വിതരണം നടത്തി. പുല്ലൂർ കണ്ണാങ്കുട്ട് ആരണ്യത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. ശ്രീരാമ മധുരമ്പാടി തായർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. അടോട്ട് വനദുർഗ ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും ആഘോഷപൂർവ്വം നടന്നു. നിരവധി കുട്ടികൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തി. നാരായണൻ എമ്പ്രാന്തരി വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വമേകി. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് മേക്കാട്ടിലത്ത് പത്മനാഭ പട്ടേരി കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല സവർണരല്ലാത്ത ഹിന്ദുക്കളെയും കൊന്നൊടുക്കുന്ന ഭീകരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നീലേശ്വരത്ത് ഇടതുമുന്നണി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന് മുന്നോടിയായി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയുള്ള പ്രകടനവും നടന്നു. മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല സവർണരല്ലാത്ത ഹിന്ദുക്കളെയും സംഘപരിവാർ കൊന്നൊടുക്കുന്ന ഭീകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ദാദ്രി സംഭവവും ദളിത് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന ആടത്തവും ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. 70% പൊള്ളലേറ്റ് മരണവുമായി മല്ലടിച്ച് ആശുപത്രിയിലാണ്. ആ 2 കുട്ടികളുടെ പിതാവ് പൊള്ളലേറ്റ് പരിക്കേറ്റ് ജീവൻ രക്ഷപ്പെട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ദളിത് കുടുംബത്തിൽ പിറന്നു എന്ന കാരണത്താൽ ഒരു കുടുംബത്തെ ജീവനോടെ ചുട്ടുകൊന്ന ഈ സംഭവം സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകളായിട്ടും നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന ജാതീയമായ വിവേചനം അതിൻ്റെ ഏറ്റവും വലിയ സൂചനയില്ല. P. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. P. കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ, K. കുഞ്ഞിരാമൻ MLA, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അനന്തൻ നമ്പ്യാർ, KV കൃഷ്ണൻ മാസ്റ്റർ, സുരേഷ് പുതിയടത്ത്, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, കൈപ്പത്ത് കൃഷ്ണൻ നമ്പ്യാർ, K. ബാലകൃഷ്ണൻ, P. അമ്പാടി, TK രവി തുടങ്ങിയവർ സംബന്ധിച്ചു. മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു വരുന്നതായി BJP നേതാവ് K. സുരേന്ദ്രൻ. പ്രസ് ക്ലബിന്റെ ജനസഭ 2015-ൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും സുരേന്ദ്രൻ. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന CPM നേതാവ് പിണറായി വിജയന്റെ അഭിപ്രായം അവസരവാദപരമാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015-ൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയാണ് എന്നുള്ള നിലപാടുമായി CPIM രംഗത്ത് വന്നത്
കരുതിക്കൂട്ടിയുള്ള അവരുടെ നീക്കമാണ്. തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്നാണ് CPIM അവരുടെ തത്വാധിഷ്ഠിത നിലപാടായി എല്ലാ കാലത്തും കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ നിലപാടിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത അപകടകരമല്ല എന്നുള്ള നിലയിലേക്ക് അവർ മാറിയത് സമീപഭാവിയിൽ മുസ്ലിം ലീഗുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കാനുള്ള സഖ്യമുണ്ടാക്കാനുള്ള അവരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ ഏതാണ്ട് 8ഓളം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിൻ്റെയും CPIMൻ്റെയും നേതൃത്വത്തിൽ BJPക്കെതിരായിട്ടുള്ള പൊതു സ്ഥാനാർത്ഥികൾ ഇതിനോടകം രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് പോലെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ ഒരു പഞ്ചായത്തിലും കോൺഗ്രസ് ജയിക്കരുതെന്നതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. 2012 ഫെബ്രുവരി 26 ശേഷം മുസ്ലിം ലീഗ് കൂടുതൽ താലിബാൻ നിലപാടുമായാണ് മുൻപോട്ട് പോകുന്നതെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മലബാറിലെ UDF നേതൃത്വത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും UDFൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാക്കളെല്ലാം പരിശ്രമിച്ചിട്ടും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ വരുതിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പഞ്ചായത്തിലും കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ ഒരു പഞ്ചായത്തിൻ്റെയും ഭരണം ഇത്തവണ കോൺഗ്രസിന് ലഭിക്കാത്ത വിധത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ടായിരുന്ന ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും സ്ഥാനാർത്ഥിത്വം അവർക്ക് നൽകിയിട്ടില്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ രാവണീശ്വരം സ്വാഗതം പറഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി എന്നിവരും തദവസരത്തിൽ സന്നിഹിതരായി. അജാനൂരിൽ ഭരണം നിലനിർത്താൻ UDF, ഭരണ നേതൃത്വത്തിലേക്ക് ബഷീർ വെള്ളിക്കോത്ത്. അജാനൂരിൽ ഭരണം നിലനിർത്താൻ UDF പോരാടുമ്പോൾ മുസ്ലിം ലീഗ് കരുത്തനായ അമരക്കാരനെയാണ് ഇക്കുറി സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത്. ആത്മീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവും പ്രഭാഷണ വേദിയിലെ തിളങ്ങുന്ന താരവുമായ ബഷീർ വെള്ളിക്കോത്താണ് ഇത്തവണ മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ. അജാനൂർ പഞ്ചായത്തിലെ ഭാരിക്കാട് വാർഡിലാണ് ബഷീർ വെള്ളിക്കോത്ത് ജനവിധി തേടുന്നത്. എക്കാലത്തും മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ ഭാരിക്കാട് മണ്ഡലം ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന ഉറപ്പാണ് മുസ്ലിം ലീഗിനും UDF പ്രവർത്തകർക്കുമുള്ളത്. 1995 ഇവിടെ ബഷീർ വെള്ളിക്കോത്ത് ജനവിധി തേടിയിരുന്നു. അന്ന് 609 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം അതിലും മീതെ എത്തുമെന്നാണ് ബഷീർ വെള്ളിക്കോത്ത് പറയുന്നത്. നല്ല പ്രതികരണമാണ് ഈ വാർഡിൽ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ ഒരു അനുമാനമനുസരിച്ച് എനിക്കെതിരായി 3 സ്ഥാനാർത്ഥികളുണ്ട്. ആ 3 സ്ഥാനാർത്ഥികൾക്കും കൂടി ഒരു 200-ൽ താഴെ വോട്ടുകൾ കിട്ടാൻ മാത്രമേ സാധ്യതയുള്ളൂ. ബാക്കി 1900-ൽ പരം വോട്ടുകളിൽ ഒരു 1600 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടാൽ 200 വോട്ട് കഴിച്ച് 1400 വോട്ടും മിക്കവാറും ഞങ്ങളുടെ ചിഹ്നത്തിൽ എണിയിലായിരിക്കും വീഴുക എന്നുള്ളതാണ് ഈ വാർഡിൻ്റെ അവസ്ഥ. ഒരുപക്ഷെ ഈ പഞ്ചായത്തിലെയോ ഈ ജില്ലയിലെയോ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടുന്നൊരു വാർഡായി ഈ വാർഡ് മാറും എന്നാണ് വിചാരിക്കുന്നത്. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ആനുകൂല്യങ്ങളും വികസനങ്ങളും എത്തിക്കാനായത് ജനങ്ങളിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ മത്സരിച്ച് ജയിച്ച വാർഡ് കൂടിയാണ് ഭാരിക്കാട്. നസീമ ടീച്ചറുടെ നേതൃത്വത്തിൽ 80 ലക്ഷത്തിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞതായി UDF നേതാക്കൾ അവകാശപ്പെടുന്നു. 5 പുതിയ റോഡുകൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, റോഡ് നവീകരണം തുടങ്ങിയവയെല്ലാം വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റായും സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ബഷീർ വെള്ളിക്കോത്ത് വിജയിച്ചാൽ മുസ്ലിം ലീഗിനും UDFനും ഭരണസാന്നിധ്യം ഏൽപ്പിക്കാൻ മറ്റൊരാളെ തേടേണ്ടി വരില്ല. CPIയിലെ ഗംഗാധരൻ പള്ളിക്കാപ്പിലാണ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി. BJPയുടെ സൂര്യകാന്തും INLന്റെ മുഹമ്മദ് കുഞ്ഞിയും മത്സരരംഗത്തുണ്ട്. ഇടക്കാലത്ത് പഞ്ചായത്ത് വിഭജനത്തിനായി UDF നടത്തിയ ശ്രമങ്ങൾ കോടതി ഉത്തരവ് വഴി ഇല്ലാതായിരുന്നു. പഞ്ചായത്ത് വിഭജനത്തിനായി UDF നടത്തിയ ശ്രമങ്ങൾ കോടതി ഉത്തരവ് വഴി ഇല്ലാതായപ്പോൾ അജാനൂരിന്റെ ഭരണം നിലനിർത്തേണ്ടത് UDFൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അടിയന്തര ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഒരിക്കൽ കൈവിട്ടുപോയ ഭരണം പിടിക്കാൻ LDFും നിലനിർത്താൻ UDFും ശ്രമിക്കുമ്പോൾ പഞ്ചായത്തിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപക ദിനാചരണം ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് പഥസഞ്ചലനം നടന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപക ദിനമായ വിജയദശമി ദിനത്തിൽ കാഞ്ഞങ്ങാട് RSS പ്രവർത്തകരുടെ പഥസഞ്ചലനം നടന്നു.
കാഞ്ഞങ്ങാട് നഗരത്തിൽപ്പെടുന്ന അജാനൂർ മണ്ഡലം, കേശവ മണ്ഡലം, നിത്യാനന്ദ മണ്ഡലം എന്നീ മണ്ഡലങ്ങൾ ചേർന്ന് നടത്തിയ പഥസഞ്ചലനം പുതിയ വളപ്പ് കടപ്പുറത്താണ് നടന്നത്. പഥസഞ്ചലനം ആവിക്കൽ കടപ്പുറത്ത് സമാപിച്ചു. അന്നദാന പെരുമയിൽ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം 10,000 അന്നദാനം സ്വീകരിച്ച് മടങ്ങി. അന്നദാനം മഹാദാനം എന്ന വാചകങ്ങളെ ഹൃദയത്തിലും പ്രവൃത്തിയിലും ചേർത്ത് വെക്കുകയാണ് ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം അമ്മ ട്രസ്റ്റിന്റെയും മാരിയമ്മ സേവാ സമിതിയുടെ പ്രവർത്തകർ. നവരാത്രി കാലത്ത് 10,000 അന്നപ്രസാദം തേടിയെത്തുന്നത്. ഓരോ നവരാത്രി കാലവും അന്നപൂർണേശ്വരിയായ അമ്മയ്ക്ക് മുന്നിൽ തൊഴാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കും. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും എത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി അന്നദാനവും സ്വീകരിച്ചാണ് മടങ്ങുന്നത്. 18 വർഷക്കാലമായി ഇവിടെ അന്നദാനം നൽകി വരുന്നുണ്ട്. ദേവന്മാരെ 10 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 11 ജലവിധാനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ 2 വർഷക്കാലമായിട്ട് വിദ്യാരംഭത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ പുസ്തകം ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി പുസ്തകം ദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള പൊതുപ്രവർത്തനത്തിന് വേണ്ടി ദേവന്മാരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപടി മുന്നോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയെ തൊഴുതു മടങ്ങുന്ന ഓരോ ഭക്തനും ഇവിടെ നിന്ന് അന്നദാനം സ്വീകരിച്ചാണ് മടങ്ങാറ്. പരാതി ഏതുമില്ലാതെ തികച്ചും സേവന സന്നദ്ധരായി സ്ത്രീപുരുഷ ഭേദമന്യേ സ്വയം സന്നദ്ധരായി എത്തുന്ന സേവാപ്രവർത്തകരാണ് അന്നദാനത്തിന് രംഗത്തിറങ്ങുന്നത്. ലളിതമായ വിഭവങ്ങളുമായി വിളമ്പുന്ന അന്നപ്രസാദം ഓരോ ഭക്തനും ഒരിക്കലും മറക്കാനാവാത്ത രുചിയാണ് അനുഭവവേദ്യമാക്കുന്നത്. അന്നദാനം നൽകുന്നതിന് മുമ്പ് പ്രത്യേക ചിട്ടകൾ. ആദ്യം അമ്മയ്ക്ക് മുന്നിൽ നിവേദ്യച്ചോറ് സമർപ്പിക്കും. അവയിൽ നിന്നും ഒരു ഭാഗം അന്നദാനപ്പൊരുളെത്തിച്ച് ഭക്തർക്കുള്ള അന്നപ്രസാദത്തിൽ ചേർത്ത് നൽകും. ദേവീ സാന്നിധ്യത്തോട് അടുക്കുന്ന നവരാത്രി കാലത്ത് ഭക്തന് മുന്നിൽ അനുഗ്രഹം ചൊരിയുന്ന ദേവിയും ക്ഷേത്രത്തിന്റെയും ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. നാടിനെ നടുക്കിയ ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ് പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടുകയും കവർച്ച മുതൽ കണ്ടെടുക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തിന് ചെറുവത്തൂരിൽ ഊഷ്മള സ്വീകരണം. ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നാടിനെ നടുക്കിയ ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ് പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടുകയും കവർച്ച മുതൽ കണ്ടെടുക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തിന് ചെറുവത്തൂരിൽ ഊഷ്മള സ്വീകരണം. ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എസ് ശ്രീനിവാസിയെയും സഹപ്രവർത്തകരെയും കയ്യൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് സ്വീകരിച്ചത്. തുടർന്ന് നടന്ന അനുമോദന യോഗം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അന്വേഷണ സംഘത്തിനുള്ള ഉപഹാരവും അദ്ദേഹം കൈമാറി. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ലഭിക്കുന്ന ഒന്നാണ് വിസയുമായി ബന്ധപ്പെട്ട് വിസ തട്ടിപ്പ്. ആ വിസ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ആളുകൾ വഞ്ചിക്കപ്പെടുകയും ലക്ഷക്കണക്കിന് ഉറുപ്പിക നഷ്ടപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ച് വരികയാണ്. പാവപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ജോലി ലഭിക്കുമെന്നൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ആളുകൾ സമീപിക്കുന്നത്. ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ് ബഹുമാനപ്പെട്ട എം പി. അടുത്തതായി അന്വേഷണത്തിന് അഭിമാനകരമായ സേവനം നൽകിയ ഡിവൈഎസ്പി ശ്രീ ഹരീഷ് ചന്ദ്ര നായിക്കിനെ ഷാലണിയിച്ചുകൊണ്ട് ഉപഹാരം നൽകുകയാണ്. നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രേമ മണ്ഡലം MLA ശ്രീ കെ കുഞ്ഞിരാമൻ ഷാൾ അണിയിച്ച് ഉപഹാരം നൽകി. ശ്രീ സുനിൽ കുമാർ അവർകളെയാണ് ബഹുമാനപ്പെട്ട MLA ഷാൾ അണിയിച്ചുകൊണ്ട് സ്നേഹോപഹാരം നൽകി അനുമോദിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷരീഫ് ഷാൾ അണിയിച്ച് അനുമോദിക്കുകയാണ്. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷരീഫ് മുഖ്യാതിഥിയായിരുന്നു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ, വി നാരായണൻ, എ അമ്പൂഞ്ഞു, ലത്തീഫ് നീലഗിരി, പി പി മുസ്തഫ, എ കെ ചന്ദ്രൻ, പി പി കരുണാകരൻ, വി കെ വിനയകുമാർ, സുധീരൻ മൈച്ച തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്ത്. പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകാന്ത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടപെട്ടതായും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും പെൺകുട്ടിയുടെ ബന്ധുക്കളും BJP ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്തും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ വന്ന പോലീസിന്റെ സഹായത്തോടെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ആദ്യം മാനഹാനി ഉണ്ടാക്കിയെന്ന പേരിലാണ് FIR രജിസ്റ്റർ ചെയ്തത്.
പിന്നീട് മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വന്നപ്പോഴാണ് കേസ് പീഡനമായി രജിസ്റ്റർ ചെയ്തത് എന്നും ശ്രീകാന്ത് പറഞ്ഞു. ഈ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിലും FIR സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിലും ഉള്ള വീഴ്ച മാത്രമല്ല, അന്വേഷണം മഞ്ചേശ്വരം പോലീസ് നടത്തിയിരിക്കുന്നത് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. സംഭവ സ്ഥലം മഹസർ തയ്യാറാക്കിയത് ആ സ്ഥലം ആ പ്രതിക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുമോ അത്തരത്തിലാണ് സംഭവ സ്ഥലം തന്നെ മാറ്റിയതാക്കിയത്. ഇവരുടേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള കഴിവുകൾക്കകത്തു നിന്നുകൊണ്ട് ആ ശ്രമങ്ങൾ നടത്തുകയും പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയം പറഞ്ഞാൽ അവിടെ ഉള്ള പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടുന്ന് 2-3 സാഹചര്യത്തിൽ രക്ഷപ്പെടുന്നതായിട്ടാണ് ഇവർക്കുള്ള പരാതി. അപ്പോൾ പോലീസ് ഇതിൽ ഒരു സാധാരണഗതിയിലുള്ള അനാസ്ഥയൊന്നുമല്ല, ബോധപൂർവമായിട്ട് പ്രതിയെ സംരക്ഷിക്കാനും ഈ കേസ് അട്ടിമറിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ബന്ധുക്കളായ സാവിത്രി ഭാസ്കരൻ, അമിത, സുനിൽകുമാർ, സാംഭവി, ദയാവതി എന്നിവരും ശ്രീകാന്തിനോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ ഒരുമിച്ച് ഒരേ വേദിയിൽ സംഗമിച്ച നാദം സംഗീതോത്സവം സാംസ്കാരിക നഗരിയായ നീലേശ്വരത്തിന് പുതുമയാർന്ന അനുഭവമായി. 100 കണക്കിന് ആസ്വാദകരാണ് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ഒഴുകിയെത്തിയത്. പ്രശസ്ത സിനിമാ പിന്നണി ഗായകന്മാരായ കോഴിക്കോട് സതീഷ് ബാബുവും ചെങ്ങന്നൂർ ശ്രീകുമാറും പഴയ ഗാനങ്ങളുമായി ആസ്വാദകരെ കയ്യിലെടുത്തപ്പോൾ സംഗീതമഴയുടെ അനുഭവമായി എല്ലാവർക്കും. പെയ്തൊഴിയാതെ സംഗീതം, മനോഹര ഗാനങ്ങൾ കേട്ടും താളം പിടിച്ചും ചുണ്ടിൽ ഉരുവിട്ടും സംഗീതത്തിലണിഞ്ഞ് ആസ്വാദക ലോകം. നാദം സംഗീതോത്സവം അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക നഗരിക്ക് അനുഭവമായ കലാവിരുന്നായി. കോഴിക്കോട് സതീഷ് ബാബുവും ചെങ്ങന്നൂർ ശ്രീകുമാറും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ തുളസിരാജ്, ഗിരീഷ്, സുനിൽ കാരയിൽ, സി മുരളി, അഡ്വക്കേറ്റ് KV രാജേന്ദ്രൻ, D കണ്ണൻ മാസ്റ്റർ, സുകുമാരൻ കൗറത്ത് എന്നിവർ സംസാരിച്ചു. നാട്യാരംഭം വീഡിയോ CD പ്രകാശനം നടന്നു. നർത്തകി മ്യൂസിക്സ് ആണ് വീഡിയോ CD പുറത്തിറക്കിയത്. ഭരതനാട്യം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും നൃത്ത അധ്യാപകർക്കും നിത്യേനയുള്ള പരിശീലനത്തിന് പ്രയോജനപ്പെടും വിധമാണ് വീഡിയോ CD തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജുകൾക്കും അല്ല ഡിഗ്രി PG കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് റെഫറൻസിന് ഉതകുന്ന വിധത്തിലും പിന്നെ ഭരതനാട്യം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഡെയിലി പ്രാക്ടീസിന് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ഒരു ഗുരുനാഥൻ വിദ്യാർത്ഥിയോട് പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ നമ്മൾ ഇതിൽ വീഡിയോ ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ പക്കമേളങ്ങൾ, അതായത് സാധാരണ 3 കാലങ്ങൾ 3 സ്പീഡുകളിൽ ചെയ്യേണ്ട രീതിയിലുള്ള പക്കമേളത്തോടു കൂടിയാണ് ഈ CD തയ്യാറാക്കിയിട്ടുള്ളത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ച് പ്രകാശന ചടങ്ങ് നടന്നു. പരിസ്ഥിതി പ്രവർത്തകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണനിൽ നിന്നും നാട്യാചാര്യൻ PKR പണിക്കർ CD ഏറ്റുവാങ്ങി. ഭരതനാട്യത്തിലെ അടവുകളെ പക്കമേളത്തിന്റെ അകമ്പടിയോടെ CD-യിൽ അവതരിപ്പിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ഭരതനാട്യത്തിൽ റാങ്ക് ജേതാക്കളായ ഒരു പറ്റം കലാകാരന്മാരാണ് CD-യുടെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നാട്യാരംഭം വീഡിയോ CD വിൽപ്പനയിൽ നിന്നും കിട്ടുന്ന ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് നാട്യാഞ്ജലി, പ്രദീപ് നീലേശ്വരം, PKR പണിക്കർ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളെത്തി. ക്ഷേത്രങ്ങളിൽ വിജയദശമി ആഘോഷം. മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സവർണരല്ലാത്ത ഹിന്ദുക്കൾക്കും രാജ്യത്ത് ജീവന ഭീഷണി നിലനിൽക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ.
മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു വരുന്നതായി BJP നേതാവ് കെ സുരേന്ദ്രൻ. കേരളത്തിൽ നടപ്പിലാക്കുന്നത് മുസ്ലിം ലീഗ് തീരുമാനങ്ങൾ. സ്ഥാപക ദിനാചരണം ആചരിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം. കാഞ്ഞങ്ങാട്ട് പഥസഞ്ചലനം നടന്നു. അജാനൂരിൽ ഭരണം നിലനിർത്താൻ UDF. ആത്മീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം ബഷീർ വെള്ളിക്കോത്ത് UDF-ന്റെ അമരക്കാരനാകും. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസ്. നാടിന് അഭിമാനങ്ങളായ അന്വേഷണ സംഘത്തിന് സ്വീകരണം. അന്നദാനത്തിന്റെ പുണ്യവുമായി ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രം. അന്നദാനം സ്വീകരിച്ച് മടങ്ങിയത് 10,000. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.